ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. എൻ്റെ നാട്ടിൽ, അതായത് കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് ഇതിന് ബാಳೆഹണ്ണിന രസായനം എന്ന് പറയും. അപ്പോൾ ഈ ബാಳೆഹണ്ണിന രസായനം ഒരു പുതിയ സ്റ്റൈലായിട്ട്, പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാനിന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, വലിയ സാധനങ്ങളൊന്നും വേണ്ട, ചെറിയ സാധനങ്ങൾ, ഈസി ആയിട്ട് നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്പെഷ്യൽ ബനാന ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ എങ്കിൽ എൻ്റെ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. To the kitchen, it's time to get it right with MS Delight. Every meal's out of sight, from sizzling pans to flavors that pop. We're spicing it up non-stop. Oh, MS Delight, let's cook it up tonight. Tasty bites. ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കദളിപ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം വേണമെങ്കിൽ എടുക്കാം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് കണ്ട ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് ഭാഗത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട് എല്ലാ പീസസും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളത് ശർക്കരയാണ്, ജാഗരി. ഇതുപോലെ കുറച്ച് ജാഗരി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എങ്ങനെ വേണോ അതുപോലെ എടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഏലക്കയാണ്. ഒരു മണത്തിന് വേണ്ടി ഞാനിവിടെ ഏലക്ക എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴിങ്ങനെ പഴത്തിൻ്റെയും പിന്നെ ശർക്കരയുടെയും വെള്ളം ഇങ്ങനെ ഇറങ്ങി ഒരു നല്ലൊരു സോഫ്റ്റ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ, നല്ല തിക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇപ്പോൾ ഈ തേങ്ങാപ്പാലും ശർക്കരയും പിന്നെ പഴവും പിന്നെ ഏലക്ക എല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇത് പായസത്തിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈസൂർ എടുക്കാം, കദളി എടുക്കാം, ഇല്ലെങ്കിൽ ചെറുപഴം, എന്ത് പഴം വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര, മധുരത്തിന് വേണ്ടി ഞാൻ ശർക്കര എടുക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, പഞ്ചസാര ഞാൻ യൂസ് ചെയ്യുന്നില്ല, ശർക്കരയാണ് യൂസ് ചെയ്തത്. അതും ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ ഇത് നല്ലൊരു ക്രഷ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നുള്ളത് ഒരു 1/2 കപ്പ് മൈദയാണ്. മൈദ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നുള്ളത് 1/2 കപ്പ് റവ, സൂചി റവയാണ്, ബോംബെ റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്ക കണ്ടോ, ഒരു പിഞ്ച് ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് സോഡപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നല്ലൊന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഇതുണ്ടല്ലോ, അപ്പം ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എണ്ണയിൽ വിടാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ഇതാവണം. അപ്പോൾ ഞാൻ ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഈ ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് മതി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ല ചൂട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, എപ്പോഴും ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഒരു ലോ ടു മീഡിയം ഫ്ലെയിം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് ഇങ്ങനെ എണ്ണയിലോട്ട് വിടുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് എണ്ണയിൽ വിടാം.
ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡ് കൂടി നമുക്ക് മറിച്ചിടാം, ഇതുപോലെ മറിച്ചിടാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടട്ടെ. ഇത് കണ്ടോ, നല്ല കളറ്, നല്ല സൂപ്പർ മണമാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ തന്നെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും മറിച്ചിടാം. ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും നല്ല പോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇനി അവസാനമായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബനാന രസായനം, ബാಳೆഹണ്ണിന രസായനം എന്ന് പറയും. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൂടി വെച്ചായിരുന്നു, ചില്ല് ചെയ്യാൻ വെച്ചായിരുന്നു കുറച്ച് നേരം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അപ്പം കൂടി ഇതിൽ വെക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു വേറെ സാധനങ്ങളൊന്നുമില്ല, നമ്മൾ അടുക്കളയിലുള്ള സാധനം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. കണ്ട് അതിൻ്റെ മുകളിൽ എള്ളാണ് ഇടേണ്ടത്. എൻ്റെ അടുത്ത് ബ്ലാക്ക് എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് എള്ളാണ് ഇടുന്നുള്ളത്. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എള്ളിൻ്റെ കൂടെ തിന്നാൻ നല്ല ഇതാണ്. കറുത്ത എള്ളാണ് വേണ്ടത് ശരിക്കും. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ രസായനം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മളെ നൂലപ്പം ഉണ്ടല്ലോ, നൂലപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.